الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس قد جاءكم الرسول بالحق من ربكم فآمنوا خيرا لكم وإن تكفروا فإن لله ما في السماوات والأرض وكان الله عليما حكيما. اللهم صل وسلم على رسولك سيدنا ومولانا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. خذ بأيدينا يا رسول الله. قلت حيلتنا يا رسول الله. أدركنا يا رسول الله. انظرنا يا رسول الله. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊന്നാര മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നാം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ പാപങ്ങൾ പടച്ച റബ്ബ് പൊറുത്തു തന്ന് അവൻ്റെ സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഹബീബായ പൊന്നാര മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ക് വെക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ പെടുത്തി തരുമാറാവട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഉറുദി നിങ്ങൾ കേട്ടേ അല്ലേ? വയല് കേട്ടില്ലേ? ഇനി വയല് ആവശ്യമില്ല. ഇനി നമുക്ക് ആവശ്യം സ്വലാത്ത് ചൊല്ലണം. അല്ലാഹു നമ്മുടെ സ്വലാത്തിൻ്റെ മജ്ലിസ് ഖബൂലാക്കി തരട്ടെ. അല്ലാഹുവിൻ്റെ ഹബീബായ തങ്ങൾ പറയാണ്, ഖൈറുക്കും ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും. അത് 3 പ്രാവശ്യം ഹബീബായ തങ്ങൾ പറഞ്ഞു എന്നൊരു അഭിപ്രായം ഒരു ഹദീസിൽ കാണാം. ഏറ്റവും ഖൈറായ കാലം ഏതാണെന്നറിയോ? ഇതേതാ മാസം? സഫർ. അൽഹംദുലില്ലാ, സഫർ വെക്കൂ. മുഹറായിട്. ഇനി ബണ്ട മാസം ഏതാ? റബീഉൽ അവ്വൽ. അല്ലാഹു അതിനെ സ്വീകരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ എൻ്റെ ഉമ്മത്തികളിൽ നിന്ന് ഖൈറായവർ എൻ്റെ കാലഘട്ടക്കാരാണ്. നബി തങ്ങളെ കാലഘട്ടത്തിൽ ആരാ ജീവിച്ചത്? ആരാ? നമ്മളുണ്ടോ? ഇല്ല.
ഹബീബായ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച മഹത്തുക്കളാണ് സ്വഹാബത്ത്. ആ സ്വഹാബത്തെ കിറാമിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാനിന് അല്ലാഹു ശക്തി നൽകുമാറാവട്ടെ. സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ ആരാ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സുഹബത്ത് നേടിയ മഹാന്മാരാണ് സ്വഹാബത്ത്. സുഹബത്ത് എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ സദസ്സിൽ ഇരിക്കുകയും ഹബീബായ തങ്ങളെ കാണുകയും നബി തങ്ങളുടെ പലക്കെ കേൾക്കുകയും ചിലപ്പോൾ കണ്ണ് പൊട്ടന്മാരുണ്ടാകും. റസൂലുള്ളാഹി തങ്ങളെ കാണാത്ത അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അവർ സഹാബിയല്ലേ, ഹബീബായ തങ്ങളെ സദസ്സിൽ ഇരുന്നു, ഹബീബായ തങ്ങളുടെ വാക്കുകൾ കേട്ടു എന്നതുകൊണ്ട് സുഹബത്ത് നേടിയ മഹാന്മാർ അവരാണ് സ്വഹാബത്ത്. അപ്പൊ അവരാണ് ഏറ്റവും ഖൈറായവർ, എൻ്റെ കാലഘട്ടക്കാരാണ്. പിന്നെ അതിനോട് അടുത്ത കാലം ഇപ്പൊ 2026 2025 നമ്മൾ ഉള്ളത്. നമ്മൾ ഏറ്റവും ഖൈറായ ആളുകളാണ് അല്ലേ ഒക്കെ. ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കാലത്ത് ഇന്റർനെറ്റ് ഇല്ല, ഉണ്ടോ? ഹബീബായ തങ്ങളെ കാലത്ത് മൊബൈലില്ല, തങ്ങളെ കാലത്ത് ഇന്റർനെറ്റ് ഇല്ല. ഇപ്പൊ എന്തെല്ലാം ഉണ്ടോ? ഇന്റർനെറ്റ് ഉണ്ടോ? ഇപ്പൊ നെറ്റ് ഇല്ലെങ്കിൽ വർക്ക് ബണ്ടിൽ അത് ഇല്ലേ, നെറ്റ് തീർന്നു പോയെങ്കിൽ ഉറക്ക് വരാത്ത കാലം. അല്ലാഹു നമ്മളെ കാക്കട്ടെ ഇല്ലേ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി വന്നിട്ട് പറയാണ്, സഹൽ ഇബ്നു സഅദ് സായിദി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അരികിലേക്ക് ഒരു പുരുഷൻ വന്നു, ഒരു മനുഷ്യൻ വന്നു. ഫഖാല, എന്നിട്ട് ആ മനുഷ്യൻ പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് ചോദിക്കുകയാണ്, ദുല്ലനി, എനിക്ക് പഠിപ്പിച്ചു തരണം, എനിക്ക് അറിയിച്ചു തരണം, അലയ്യ, എൻ്റെ മേൽ എനിക്ക് തങ്ങളെ അറിയിച്ചു തരണം, അമലിന് ഒരു അമലെ പഠിപ്പിച്ചു തരണം, അറിയിച്ചു തരണം. ഇദാ മിൽതുഹു അഹബ്ബനി അല്ലാഹു വഅഹബ്ബനി നാസ്, ആ അമല് ചെയ്താൽ അല്ലാഹു എന്നെ ഇഷ്ടപ്പെടും. പിന്നെ ആരും ഇഷ്ടപ്പെടണോ? ജനങ്ങളെല്ലാം എന്നെ ഇഷ്ടപ്പെടണം. അപ്പൊ എന്നെ ഇഷ്ടപ്പെടാൻ പറ്റിയ ഒരു അമല് പഠിപ്പിച്ചു തരണം. അല്ലാഹു എന്നെ ഇഷ്ടപ്പെടണം. പിന്നെ ആരും ഇഷ്ടപ്പെടണം? പള്ളിയിലെ മുക്രിക്ക ഇഷ്ടപ്പെടണമെന്നല്ല, ഈ ജനങ്ങൾ മുഴുവനും എന്നെ ഇഷ്ടപ്പെടണം. ഇങ്ങനെയുള്ള ഒരു അമല് പഠിപ്പിച്ചു തരുമോ, അറിയിച്ചു തരുമോ നബിയേ? എന്താ ചോദ്യം? ഒന്നായ നക്കിനിക്ക് ബണ്ടില്ല, ഇയാളെ പോലെ നക്കിനിക്ക് നമുക്ക് ബണ്ടില്ല. മനസ്സിലായില്ലേ? എനിക്ക് അല്ലാഹു എന്നെ ഇഷ്ടപ്പെടണം, ജനങ്ങളും ഇഷ്ടപ്പെടണം. അങ്ങനെയുള്ള ഒരു അമല് അറിയിച്ചു തരൂ നബിയേ. അപ്പൊ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇസ്ഹദ് ഫിദ്ദുനിയാ യുഹിബ്ബകല്ലാഹ്, നീ ദുനിയാവിനെ അങ്ങ് ഒഴിവാക്കണം. എന്താ പറഞ്ഞത്? ദുനിയാവിനെ വെടിയണം, ദുനിയാവിനെ ഒഴിവാക്കണം, എന്നാൽ അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടും. നമ്മൾ എന്തുവാണോ? ദുനിയാവിനെ വെടിയണം. ഇന്ന് നമ്മളിലുണ്ടോ?
ഇന്ന് ദുനിയാവിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ഇന്ന് എന്തിനു വേണ്ടിയാ ജീവിക്കുന്നത്? തിന്നാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? പണ്ട് കാലത്ത് ജീവിക്കാൻ വേണ്ടിയാണ് അവര് തിന്നിരുന്നത്. ഇന്ന് നമ്മൾ എന്താണ് മനസ്സിലാവുന്നുണ്ടോ? തിന്നാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ ഹബീബായ തങ്ങൾ പറഞ്ഞത് ദുനിയാവിനുമായുള്ള ബന്ധം. അതുകൊണ്ട് നിനക്ക് സ്വത്ത് വേണ്ടാന്ന് വെക്കലല്ല, അതിനോടുള്ള ആർത്തി നീ ഒഴിവാക്കണം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇന്ന് നമ്മളുടെ ആർത്തി ഏതാണ്? ഇന്ന് മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ്? എനിക്ക് ധാരാളം സമ്പത്ത് ഉണ്ടാകണം, അല്ലേ? എനിക്ക് നിങ്ങൾക്ക് നാളെ എവിടെ പോകണമെന്ന് ചോദിച്ചാൽ സ്വർഗ്ഗത്തേക്ക് പോകണം. എന്തൊരു ഉസ്താദ്, ആ സ്വർഗ്ഗത്തേക്ക് പോകണം. സ്വർഗ്ഗത്തേക്ക് പോയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റൂല. പക്ഷെ പോകണം. പോകണ്ട എന്നല്ല, അത് മാത്രമാകരുത്. അപ്പൊ ദുനിയാവിനെ നീ എന്തു ചെയ്യണം? അതിനോടുള്ള ബന്ധം നീ ഒഴിവാക്കണം. അതേ ജനങ്ങളിൽ ഉള്ളതിനെ നീ ആഗ്രഹിക്കാൻ പാടില്ല. എന്റെ അയൽവാസി വലിയ കാറ് വാങ്ങിയത്, എങ്ങനെ? എന്റെ പക്കത്തുള്ള അയൽവാസി വലിയ നല്ല കാറ് വാങ്ങിയത്. എനക്കും അങ്ങനത്തെ ഒരു കാറ് വേണം, അല്ലേ എന്നാണ് എന്റെ ചിന്ത. അപ്പോ ജനങ്ങളിൽ ഉള്ളത് നീ ആഗ്രഹിക്കാനേ പാടില്ല. ജനങ്ങളിൽ എന്തൊക്കെയുണ്ട് അതൊന്നും നമുക്കിവിടെ വിഷയമല്ല. എന്നാൽ ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്തൊരു അർത്ഥവത്തായ വാക്കാണ്! ജനങ്ങളിൽ ഉള്ളത് നീ കൊതിക്കണ്ട, അതിനെ നീ വെടിഞ്ഞു. വസ്ഹദ് ഫിമാ ഇൻദന്നാസ്, ജനങ്ങളിൽ ഉള്ളതിനെ നീ അതിനോടുള്ള ബന്ധം നീ ഒഴിവാക്കുക. എന്നാൽ ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. ജനങ്ങളിൽ ഉള്ളത് എന്തെങ്കിലും കിട്ടുമോ? അങ്ങനെ ഒരു ചിന്ത നിന്റെ മനസ്സിൽ വേണ്ട. അൽഹംദുലില്ലാഹ്, ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയത് അല്ലാഹുവിനെ ഇഷ്ടം വെക്കാനാണ്, അല്ലേ? അല്ലാഹുവിനെ ഇഷ്ടം വെക്കണമെങ്കിൽ എന്ത് വേണം? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിയായി സ്നേഹിക്കണം, മഹബത്ത് വെക്കണം. ആ തങ്ങളെ മഹബത്ത് വെക്കണമെങ്കിൽ എന്ത് വേണം? തങ്ങളെ കുറിച്ചുള്ള അറിവ് വേണം. തങ്ങൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ആരാണ് തങ്ങൾ? തങ്ങൾ ആരാണ്? മക്കയിൽ ജനിച്ച മുജാഹിദ് പറയും പോലെ, ജമാഅത്തെ ഇസ്ലാമി പറയും പോലെ, അല്ലെങ്കിൽ ഇവിടുത്തെ തബ്ലീഗ് ജമാഅത്ത് പറയും പോലെ, ബിദ്അത്തിന്റെ കക്ഷികൾ പറയും പോലെ മക്കയിൽ ഒരു ആമിന ഉമ്മാക്കും അബ്ദുള്ള ബാപ്പാക്കും ജനിച്ച കേവലം ഒരാളല്ല. അങ്ങനെ വിശ്വസിച്ചാ പോയി. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആൻ എടുത്ത് പറയുന്നത് കാണാം. ഖദ് ജാഅകും മിനല്ലാഹി നൂർ. ഈ മാസം ഏതാണ്? സഫർ തിങ്കൾ, അല്ലേ? അടുത്ത മാസം റബീഉൽ അവ്വലാണ്. ഹബീബായ തങ്ങളുടെ 1500ാമത്തെ ജന്മദിനം ഇൻഷാ അല്ലാഹ് നമുക്ക് കൊണ്ടാടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ വരുന്ന റബീഉൽ അവ്വൽ മാസം നിങ്ങൾക്ക് ഏതാണെന്നറിയോ?
ഹബീബായ തങ്ങൾ ജനിച്ചപ്പോ, ഈ ലോകത്തേക്ക് ജനിച്ച് വീണപ്പോ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇല്ലേ? ഹബീബായ തങ്ങൾ ജനിച്ചപ്പോ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടില്ലേ? എന്നാ ഞാനും നിങ്ങളും ജനിച്ചപ്പോ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ ജനിച്ചപ്പോ എന്തെങ്കിലും അത്ഭുതം ഉണ്ടോ? എത്രയോ വർഷങ്ങൾ ആരാധിച്ചിരുന്ന അഗ്നികുണ്ടാരങ്ങൾ അങ്ങ് കെട്ടുപോയി. കിസ്റ കൈസർ കിടുകിടെ വിറച്ചുപോയി. ഹബീബായ തങ്ങളുടെ ജന്മദിനത്തിൽ ആരൊക്കെയാ സന്തോഷിച്ചത്? അല്ലാഹു സന്തോഷിച്ചു, മലക്കുകൾ സന്തോഷിച്ചു, വാനലോകം മുഴുവനും സന്തോഷിച്ചു. എന്നാ എൻ്റെ ജന്മദിനത്തിൽ, നിങ്ങളുടെ ജന്മദിനത്തിൽ ആര് സന്തോഷിച്ചിട്ടുണ്ടാവും? നിങ്ങളൊന്ന് ആ ജന്മം കൊണ്ട മാസം റബീഉൽ അവ്വലാണ്. ആ റബീഉൽ അവ്വൽ ഈ വർഷം അൽഹംദുലില്ലാഹ് 1500-ാം ജന്മദിനം നമ്മുടെ കർണാടകയിലും കേരളത്തിലും കൊണ്ടാടുമ്പോ അത് പാടില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അവരാണ് ബിദ്അത്തുകാർ. അല്ലാഹു അവരെ ശർറുകളെ തൊട്ട് കാക്കട്ടെ. അവർക്ക് സന്തോഷിക്കണമെങ്കിൽ എന്ത് വേണം? അവരുടെ മക്കളെ ബർത്ത്ഡേ ആഘോഷിക്കാം, ഇല്ലേ? എന്നാൽ ഹബീബായ തങ്ങളെ കൊണ്ട് സന്തോഷിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. തങ്ങളെ ജന്മദിനത്തിൽ സന്തോഷിച്ചിട്ടുണ്ടോ? സ്വഹാബത്ത് സന്തോഷിച്ചിട്ടുണ്ട്, താബിഈങ്ങൾ സന്തോഷിച്ചിട്ടുണ്ട്, തബഉ താബിഈങ്ങൾ സന്തോഷിച്ചിട്ടുണ്ട്. ഹബീബായ തങ്ങൾ കടന്നു വരുമ്പോ തങ്ങളെ മദ്ഹ് ചൊല്ലിയിട്ട് റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതിയതിന് കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിന് വലിയ സമ്മാനം കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് അങ്ങനെ നീണ്ടുപോകും. നിങ്ങൾ മനസ്സിലാക്കണം, ആ തങ്ങളുടെ ജന്മദിനം ലോക മുസൽമാൻ ഈ വർഷം 1500-ാം ജന്മദിനമാണ് കൊണ്ടാടാൻ പോകുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ വീടുകളിലൊക്കെ മൗലിദ് ഓതണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൗലിദ് ഓതണം, തങ്ങളെ മദ്ഹ് ചൊല്ലണം. അല്ല, തങ്ങളെ മൗലിദ് ഓതാൻ പാടുണ്ടോ? റസൂലുള്ള മൗലിദ് ഓതിയിട്ടുണ്ടോ? സ്വഹാബത്ത് ഓതിയിട്ടുണ്ടോ? താബിഈങ്ങൾ ഓതിയിട്ടുണ്ടോ? എന്നൊക്കെ ചിലപ്പോ ഈനാമ്പേച്ചികൾ, ഈനാമ്പേച്ചി എന്ന് പറഞ്ഞാൽ ഒരു സാധനം, കാട്ടിലുള്ള സാധനം, അതാണ് ഈ വഹാബികൾ. അവർ ചിലപ്പോൾ ചോദിക്കും, എന്നാൽ ഹബീബായ തങ്ങളുടെ മൗലിദ് അല്ലാഹ് ഓതിയിട്ടുണ്ട് എന്ന് പറയണം. ആരോതിയിട്ടുണ്ട്? അല്ലാഹ് ഓതിയിട്ടുണ്ട്. ഓതിയിട്ടില്ലേ? റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞിട്ടില്ലേ? വിശുദ്ധ ഖുർആൻ ഹബീബായ തങ്ങളെ മൗലിദാണ്. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. ഈ ആയത്ത്, ഈ സൂറത്ത് മുഴുവൻ നബി തങ്ങളെ മദ്ഹാണ്. ഹബീബായ തങ്ങളെ മദ്ഹാണ് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ തങ്ങളെ മഹത്വം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനിയോ സഹാബത്ത് ചെയ്തിട്ടില്ലേ? സഹാബത്ത് മൗലിദ് ഓതിയിട്ടുണ്ട്. ഹബീബായ തങ്ങളുടെ മൗലിദ് സഹാബത്ത് ഓതിയിട്ടില്ലേ? തങ്ങളെ മദ്ഹ് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. എന്നാൽ താബിഈങ്ങൾ ഓതിയിട്ടില്ലേ? ഓതിയിട്ടുണ്ട്. മഹാന്മാരായ സഹാബത്ത് താബിഈങ്ങൾ, അതാണ് ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. എന്റെ കാലഘട്ടമാണ് ഏറ്റവും ഖൈറായ ഉത്തമമായ നൂറ്റാണ്ട്, പിന്നെ അതിനോട് അടുത്ത നൂറ്റാണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മജ്ലിസ് വസീലത്തുള്ളയിൽ
ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഹബീബായ തങ്ങളെ ജന്മദിനം ഈ വർഷം വരുമ്പോ എന്റെ വീട്ടിൽ ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹിന്റെ മൗലിദ് ഞാൻ ഓതും. ഹബീബായ തങ്ങളെ മൗലിദ് ഓതാത്ത ഒരു വീടും ഉണ്ടാകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ മദ്ഹ് ചൊല്ലുന്ന സ്ഥലത്തിന് എന്തൊരു ബറക്കത്താണ്. ഹബീബായ തങ്ങളെ കുറിച്ച് പറയുന്ന സ്ഥലത്തിന് എന്തൊരു ബറക്കത്താണ്. നബി തങ്ങൾ ആരാണ്? നബി തങ്ങൾ തന്നെ പറഞ്ഞു, അന സയ്യിദു ഉൽദി ആദം. എന്താ പറഞ്ഞത്? ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. നമ്മളുടെ വീട്ടില് നേതാവ് ആര്? നമ്മളെ വീട്ടിലെ നേതാവ് ആരാ? ചിലപ്പോ നിങ്ങൾ തന്നെ ആയിരിക്കും അല്ലേ, വാപ്പ അല്ലെങ്കിൽ ഉമ്മ. എന്നാൽ ആദം സന്തതികളുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരെ വരുന്ന അമ്പിയാക്കൾക്ക് നേതാവാകുമ്പോ ആ നേതാവിനോട് നേതാവിന്റെ മദ്ഹ് പറയുകയും നേതാവിനോട് നമ്മുടെ സങ്കടം പറയുകയും ചെയ്യണം അല്ലെ? പള്ളിന്റെ പ്രസിഡന്റിനോടല്ലേ പള്ളിന്റെ കാര്യം പറയാ. എന്നാൽ ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളോട്, മക്കളുടെ നേതാവാണ് ആര്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്കിൽ ആ തങ്ങളോടാണ് നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങളും പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ഈ മജ്ലിസ് വസീലത്തുള്ളയിൽ ഒരുമിച്ച് കൂടിയ ഉമ്മമാരെ, എന്റെ ചെറുപ്പക്കാരെ, എനക്ക് സങ്കടം പറയാൻ, നമുക്ക് സങ്കടം പറയാൻ, നമുക്ക് അവലാതി പറയാൻ, നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ ഹബീബായ തങ്ങളെ സ്വലാത്തിന്റെ മജ്ലിസുണ്ടല്ലോ, തങ്ങളോടാണല്ലോ നമ്മുടെ സങ്കടങ്ങൾ പറയുന്നത്. അല്ലാഹുവേ, ഞങ്ങളെ വിഷമങ്ങള് നീ തീർത്തു തരണേ അല്ലാഹ്. ആ തങ്ങളോട് പറയുന്ന മജ്ലിസാണ് മജ്ലിസ് വസീലത്തുല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ഈ മജ്ലിസിൽ വന്നിട്ടുണ്ട്. പല രോഗങ്ങൾ, എന്തെല്ലാം രോഗങ്ങൾ. ക്യാൻസറായിട്ട് വന്നവരുണ്ട്, കണ്ണിന് കാഴ്ചയില്ലാതെ വന്നവരുണ്ട്, നടക്കാൻ കഴിയാതെ വന്നവരുണ്ട്, ശൈതാനിയത്ത് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഇങ്ങനെ പലരും നമ്മുടെ ഈ മജ്ലിസിൽ വന്നവരിൽ ഉണ്ട്. ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞവരുണ്ട്. അതെല്ലാം ദുനിയാവിന്റെ വിഷമങ്ങളാണ്, ദുനിയാവിന്റെ വിഷമങ്ങളാണ്. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ആഖിറമാകുന്ന ലോകം. ആ ലോകത്ത് തങ്ങൾ രക്ഷപ്പെടണം, ഈ ഇരിക്കുന്ന എല്ലാവരും രക്ഷപ്പെടണം. ഇന്നലെ കണ്ടവരെ ഇന്ന് കാണാനില്ല, ഇനി ഇന്ന് കണ്ടവരെ നാളെ കാണുമോ എന്നറിയില്ല, എപ്പോഴാണ് എന്റെ മരണമെന്നറിയില്ല. ആ ഒരു സമയമാണ് നമ്മുടെ സമയമെന്ന് മനസ്സിലാക്കി നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ, നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ പുന്നാര മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. എല്ലാ പ്രശ്നങ്ങളും സഹാബത്ത് അവതരിപ്പിച്ചത് ആരോട്? ഹബീബായ തങ്ങളോട്. ഇല്ലേ? തങ്ങളോടാണ് മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാൻ. സഹാബത്ത് പറഞ്ഞത് ആരോടാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഏത് വലിയ പ്രശ്നമാണെങ്കിലും മുത്തായ തങ്ങളോട് പറഞ്ഞാൽ അതിന് പരിഹാരമുണ്ടെന്ന് സഹാബത്തിനറിയാം.
സ്വഹാബത്തിനറിയാം എല്ലാ പ്രശ്നത്തിനും പരിഹാരം ആരെടുത്തിട്ടുണ്ട്? ഹബീബായ പുന്നാര മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തുണ്ട് എന്ന് ആർക്കറിയാം? സ്വഹാബത്തിനറിയാം. അതുകൊണ്ടല്ലേ യാ റസൂലല്ലാഹ്, ഞങ്ങളെ നാട്ടില് മഴയില്ല നബിയേ. മഴയില്ലാത്ത കാലം. ഇപ്പൊ നല്ല ശക്തമായ മഴയാണ് അല്ലേ? നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ലയിലൊക്കെ സ്കൂളിന് ലീവൊക്കെ കൊടുക്കുമ്പോ മഴയുണ്ടാവൂല ഇല്ലേ? ലീവ് കൊടുത്തു കഴിഞ്ഞ് വീണ്ടും തുടങ്ങുമ്പോ മഴയുണ്ടാകും. മക്കൾക്കെല്ലാം വലിയ സന്തോഷം. അപ്പോ നബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മഴയില്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങള് ദുആയിരുന്നു, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസാ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ദുആയിരുന്നു, മഴയ്ക്ക് വേണ്ടി ദുആയിരുന്നപ്പോ നല്ല മഴ കിട്ടി. മഴ വന്നിട്ട് ഇങ്ങനെ വെള്ളപ്പൊക്കായപ്പോ നബി തങ്ങളുടെ അടുത്ത് വീണ്ടും വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞങ്ങളെ നാടൊക്കെ മുങ്ങാൻ തുടങ്ങി, പ്രളയമാകാൻ തുടങ്ങി. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ദുആയിരുന്നു, അല്ലാഹുമ്മ ഹവാലൈനാ ലാ അലൈനാ. ഞങ്ങളെ ചുറ്റുഭാഗത്തും മഴയെ നീക്കണേ അല്ലാഹ്. അപ്പൊ ഏത് പ്രശ്നത്തിനും സ്വഹാബത്ത് ആരടുത്ത് പോയി? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് പോയി. എന്നാൽ നമ്മളും അങ്ങ് തന്നെയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ മുജാഹിദിനതില്ല, മുക്കാഗണ്ടക്കതില്ല, സലഫികൾക്കതില്ല, ജമാഅത്തെ ഇസ്ലാമിക്കതില്ല. ഇതെന്തിനാണ് ഞാൻ പറയുന്നത് എന്നറിയോ? സഫർ മാസമായി. ഇനി അടുത്ത മാസം റബീഉൽ അവ്വൽ വരുമ്പോ സുന്നികൾക്ക് ഉണ്ടാകും ഒരു മൗലിദോദല്. അവര് പറയും, അവര് വാറോല ഇറക്കും. ഹബീബായ തങ്ങളുടെ മൗലിദ് എന്ന് പറഞ്ഞാൽ തങ്ങളെ മദ്ഹാൻ, അത് പറയണമെന്ന് ഖുർആനാണ് ഇല്ലേ? വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, നിങ്ങൾക്ക് വല്ല നിഅമത്തുണ്ടെങ്കിൽ അത് എടുത്തു പറയണം. ആ നിഅമത്തിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ്? ഹബീബായ തങ്ങളുടെ വരവാണ്, തങ്ങളുടെ ജന്മദിനമാണ്. മുസ്ലിം ലോകത്തിന് ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ്? ഹബീബായ തങ്ങളുടെ ജന്മദിനമാണ്. ആ ജന്മദിനം ഈ വർഷം 1500-ാം ജന്മദിനം ഇൻഷാ അല്ലാഹ് നമ്മുടെ കർണാടകയിലും നമ്മുടെ ഇന്ത്യയിൽ മുഴുവനും തങ്ങളെ മദ്ഹ് കീർത്തനങ്ങൾ നമ്മുടെ വീടുകളിലും നമ്മുടെ നാടുകളിലും റഹ്മത്തിന്റെ മാലാകമാർ ഇറങ്ങിയിട്ട് അത് ചൊല്ലുന്ന രീതിയിലാകണം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. നിങ്ങൾക്കറിയോ, ഞാൻ കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച രാവ്, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവല്ല, അതിൻ്റെ മുമ്പത്തെ വെള്ളിയാഴ്ച രാവ് മദീനയിലായിരുന്നു. മദീനയിൽ ഉഹുദ് മല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഉഹുദ് മലയുടെ വേഖില് ഹബീബായ തങ്ങൾ പോയി ക്ഷീണം പിടിച്ചിരുന്ന ഒരു സ്ഥലമുണ്ട്. അല്ലാഹു പോയി കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. ആ ഉഹുദ് യുദ്ധത്തില് സ്വഹാബാക്കളോട് മുകളിൽ നിൽക്കാൻ പറഞ്ഞു. പക്ഷേ അവർ ജബൽ റുമാത്തി എന്ന പർവ്വതത്തിന്റെ മുകളിൽ ഇന്നും പോയാൽ കാണാം. സ്വഹാബത്ത് അവിടെ യുദ്ധം കഴിഞ്ഞല്ലോ, ഗനീമത്ത് സ്വത്തൊക്കെ ഒരുമിച്ച് കൂട്ടാൻ ഒരുങ്ങി. അപ്പോൾ ചില സ്വഹാബത്ത് റസൂലുള്ള പറഞ്ഞു നിങ്ങൾ അവിടെ നിൽക്കണം. അപ്പോൾ ചില സ്വഹാബത്ത് നബി തങ്ങൾ നിൽക്കാൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ചില ആൾ പറഞ്ഞു യുദ്ധം കഴിഞ്ഞല്ലോ, ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചില സഹാബത്തിന്റെ അമ്പെയ്ത്തുകാരായ സഹാബത്ത്. അപ്പൊ ചിലര് അങ്ങ് താഴത്തേക്ക് വന്നപ്പോ പിന്നിലൂടെ ശത്രുക്കൾ വന്ന് മുസ്ലിമീങ്ങളെ ആക്രമിച്ചു. ആ കൂട്ടത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ അമ്പ് വന്നു. ആ അമ്പുമായി നബി തങ്ങളെ ശരീരത്തിൽ വന്ന് തറച്ചപ്പോ നബി തങ്ങളെ എടുത്തിട്ട് കൊണ്ടുപോയി ഇരുത്തിയ സ്ഥലമുണ്ട്. ഇന്നും ആ ഉഹുദിലുണ്ട്. ഹബീബായ തങ്ങൾ ചാരിയിരുന്ന ആ ഗുഹയുണ്ട്, കൈവച്ച സ്ഥലമുണ്ട്. മിഞ്ഞാന്ന് നമ്മൾ പോയി അവിടെയൊന്ന് പോയി നോക്കുമ്പം തന്നെ അതേ വെള്ളിയാഴ്ച രാവ് അവിടെ പോകുമ്പം തന്നെ സുഗന്ധമാണ്.
അമ്പറിനേക്കാളും അവിടെ നിന്ന് വരുന്ന കാറ്റ് അതിന് വലിയ സുഗന്ധമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് പോയി കാണാനും ഇനിയും ആസ്വദിക്കാനും നീ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം തരണേ അല്ലാഹ്. ഹബീബായ തങ്ങൾ, ആ തങ്ങളെ ലോകത്ത് അല്ലാഹു ഖിയാമത്ത് നാൾ വരെ എന്ന് മാത്രമല്ല, നാളെ നമ്മുടെ സ്വർഗത്തില് നമ്മുടെ കരങ്ങൾ പിടിച്ചു കൊണ്ടുപോകുന്ന മുത്താരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സ്വർഗത്തിൽ ഏറ്റവും വലിയ കല്യാണം നടക്കുന്നത് ആരെയാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. ഇല്ലേ? ഏറ്റവും വലിയ കല്യാണം നടക്കുന്നത് സ്വർഗത്തിൽ ഹബീബായ തങ്ങളെ. ആ തങ്ങൾ ജനിച്ചപ്പോൾ അതിന്റെ ആ ജനനത്തിൽ സന്തോഷിക്കാൻ പാടില്ലെന്ന് പറയുന്നവൻ പിന്നെ മുസ്ലിമാണോ മുഅ്മിനാണോ? അല്ലാഹു അവരെ ശർറുകളെ തൊട്ട് നമ്മളെ കാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇരിക്കട്ടെ. ഞാൻ നിർത്തുന്നു. ഈ സലാത്തിന്റെ മജ്ലിസിൽ വന്ന വിദൂര ദിക്കുകളിൽ നിന്ന് വന്നവരെ, എന്റെ ഉമ്മമാരെ, ഈ നാട്ടുകാരെ, നിങ്ങളോടൊന്നും ഞാൻ വഅദ് പറയാൻ അർഹനല്ലെങ്കിലും ഹബീബായ തങ്ങളോട് നമ്മുടെ കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്കൊരു സ്നേഹം വേണേ. തങ്ങളാരാണ്? ഞാൻ മരിക്കുമ്പോ എന്റെ അടുത്ത് വരാൻ കഴിവുള്ള ആളാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. തങ്ങളാരാണ്? എന്റെ ഖബറിൽ ഞാൻ കിടക്കുമ്പോ എന്റെ ഖബറിന്റെ ഉള്ളിൽ വരാൻ കഴിവുള്ള നേതാവാണ്. തങ്ങളാരാണ്? ഞാൻ നന്മയും തിന്മയും തൂക്കി അല്ലാഹ് നാളെ മഹ്ശറ ലോകത്ത് സ്വന്തം ശരീരത്തിന് വേണ്ടി ഓരോരുത്തരും അവരുടെ ആവശ്യം പറയുമ്പോ, ഓ മക്കളെ, നിങ്ങളെ ആവശ്യം ഞാൻ നിറവേറ്റി തരാമെന്ന് പറയാൻ ഒരു നേതാവുണ്ടെങ്കിൽ അത് നമ്മുടെ മുത്താണ്. തങ്ങളാരാണ്? അതേ 10,000 കൊല്ലം 15,000 കൊല്ലത്തോളം യാത്ര ചെയ്യേണ്ട സിറാത്തൽ മുസ്തഖീം എന്ന പാലം, ആ പാലത്തിന്റെ മുകളിൽ വെച്ചിട്ട് അല്ലാഹുമ്മ സല്ലിം ആദിഹിൽ ഉമ്മ, തോക്കൂർ നാട്ടിൽ താമസിച്ച അബ്ദുർറഹ്മാൻ, ഓ ദക്ഷിണ കന്നഡ ജില്ലയിൽ ഇന്നാലുന്ന നാട്ടില് സ്വലാത്ത് ചൊല്ലിയ എന്റെ ആയിഷ എന്ന മോള്, എന്റെ ഈ നാട്ടിലുള്ള എന്റെ ഉമ്മത്തിയിൽപ്പെട്ട എന്നെ സ്നേഹിച്ച ഓ അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ ഉമ്മാനെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്ന നേതാവ്, ആ മുത്തല്ലേ നമുക്ക് വേണ്ടത് ഉമ്മമാരെ, ആ മുത്തല്ലേ ചെറുപ്പക്കാരെ നമുക്ക് വേണ്ടത്, ആ മുത്തിനോടല്ലേ നമ്മൾ സങ്കടം പറയുന്നത്. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് ആ നിലക്ക് സ്വീകരിക്കുന്ന മജ്ലിസാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നീട്ടി സംസാരിക്കുന്നില്ല, സ്വലാത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് ഇന്ന് വരുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇരുമാടിൽ ജമാഅത്തിന്റെ തെരഞ്ഞെടുപ്പ് നാട്ടിൽ എമ്മമാടിൽ അൽഹംദുലില്ലാഹ് നല്ല വിജയം അവിടുത്തെ 11 മുഅ്മിനീങ്ങൾക്കും കിട്ടി. അല്ലാഹു ഭംഗിയായ നിലക്ക് ഭരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അതിൻ്റെ വോട്ടൊക്കെ രേഖപ്പെടുത്തിയിട്ടാണ് വരുന്നത്. അവിടെ ഇലക്ഷനാണ് ജമാഅത്തിൽ. അല്ലാഹു സുന്നത്തി ജമാഅത്തിനും സുൽത്താനുൽ മക്കാന്തപുരം ഉസ്താദ് അല്ലാഹു അവിടുത്തെ ഖാദിയാണ്. അല്ലാഹു ദീർഘ ആയുസ് നൽകുമാറാവട്ടെ. ആ മഹാനവറുകളുടെ നിർദ്ദേശപ്രകാരം അൽഹംദുലില്ലാഹ് നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ലയിലും അതുപോലെ ഈ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലും ബഹുമാനപ്പെട്ടവർ ഖാദിയാണ്.
അവിടുത്തെ നിർദ്ദേശമനുസരിച്ച് അൽഹംദുലില്ലാ 11 വ്യക്തികളും നിർത്തി. ആ 11 വ്യക്തികളും വിജയിച്ചു. അവർക്ക് നല്ല ഭരണം കാഴ്ചവെക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് സ്വലാത്തിലേക്ക് കടക്കുന്ന ആ പുറത്തിരിക്കുന്ന ആള് ഉള്ളിലെ പള്ളിയിൽ കയറിയിരിക്കുക. ഇപ്പൊ നല്ല മഴയാണ് തങ്ങളെ, ചില സ്ഥലത്ത് മഴ വന്നിട്ട് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാഹു പ്രളയങ്ങളെ തൊട്ട് തൂഫാനുകളെ തൊട്ട് അല്ലാഹുവേ നീ ഞങ്ങളെയൊക്കെ ഞങ്ങളെ കുടുംബങ്ങളെയൊക്കെ നീ കാക്കണേ അല്ലാ. ഇവിടെ ധാരാളം പേര് വന്നിട്ടുണ്ട്. മക്കളില്ലാത്തവർ, ക്യാൻസർ ഉള്ളവർ, ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവർ, നടക്കാൻ കഴിയാത്തവർ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, ഇങ്ങനെ എത്രയോ രോഗികൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ബിസിനസ് നടത്തിയിട്ട് ലാഭമില്ല തങ്ങളെ, എത്ര ബിസിനസ് ചെയ്താലും അത് നഷ്ടമാണെന്ന് സങ്കടം പറഞ്ഞവർ, അല്ലാഹുവേ നീ ഖൈറ് ചെയ്യണേ അല്ലാ, ബറക്കത്ത് ചൊരിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്താണ് ഞങ്ങളെ എല്ലാം. ഞങ്ങളുടെ ജീവൻ തങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ ഇവിടെ ഉണ്ടാകണമെങ്കിൽ തങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല. ഞങ്ങളുടെ ശരീരം ഇവിടെ ഉണ്ടാകണമെങ്കിൽ തങ്ങൾ വേണം. അതുകൊണ്ടല്ലേ നമ്മളിവിടെ ഉണ്ടായത്. തങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ നമ്മളില്ല. ആ തങ്ങളാണ് നമ്മുടെ എല്ലാം എന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് അന്ത ഉമ്മൻ അം അബൂ, നബിയെ തങ്ങൾ ഉമ്മയാണോ? ആ ഉമ്മാക്ക് മകനോട് വലിയ സ്നേഹമാണ്. സ്നേഹം മാത്രമല്ല, മകനോട് നല്ല ഇഷ്കാണ്, മകനോട് ലാളിത്യമാണ്. അതുപോലെയാണ് ഹബീബായ തങ്ങള്. എൻ്റെ ഉമ്മത്തികൾ അവർ ഒരിക്കലും നരകത്ത് കിടക്കാൻ പാടില്ല. അവര് സ്വർഗത്തിന്റെ ആളാകണം. അവർ ഒരിക്കലും എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള ഒരാളും നരകത്തിൽ കടക്കരുത് എന്ന് കൊതിക്കുന്ന തങ്ങളാണ്. അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ, കൊതിക്കുന്ന, അലച്ച കാട്ടുന്ന. യാ അല്ലാഹ് എൻ്റെ കുഞ്ഞുമോനിക്ക് പനി വന്നു പോയല്ലോ, യാ അല്ലാഹ് എൻ്റെ കുഞ്ഞുമോനിക്ക് ജലദോഷം പിടിച്ചല്ലോ. ഹബീബായ തങ്ങൾ യാ അല്ലാഹ് എൻ്റെ ഉമ്മത്തികളിൽ നിന്നുള്ള ഒരാളും നരകത്തിൽ കടത്തല്ല എന്ന് കൊതിക്കുന്ന തങ്ങളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. ആ തങ്ങളെ അറിയേണ്ടതുപോലെ, തങ്ങളെ മനസ്സിലാക്കേണ്ടതുപോലെ, തങ്ങളെ സ്നേഹിക്കേണ്ടതുപോലെ നമ്മുടെ കണ്ണുകൊണ്ട്, ഞങ്ങളുടെ ജീവിതം കൊണ്ട് തങ്ങളെ സ്നേഹിക്കണം കേട്ടോ. തങ്ങളെ എല്ലാ അർത്ഥത്തിലും പിൻപറ്റണം. റബ്ബേ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്ത മാസത്തെ സ്വലാത്ത് വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ്. അല്ലാഹു അതിൽ കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ വർഷം റബീഉൽ അവ്വൽ 1500-ാം ജന്മദിനമാകുമ്പോ ഇൻഷാ അല്ലാഹ് കോടാനക്കോടി സ്വലാത്ത് ചൊല്ലണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയിട്ട് മദീനയുടെ ദർബാറിലേക്കൊന്ന് അയക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ വർഷം 1500-ാമത്തെ ജന്മദിനമാണല്ലോ നബിയേ. തങ്ങളുടെ ദർബാറിലേക്ക് എന്റെ വക ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു 10 ലക്ഷം സ്വലാത്ത് ചൊല്ലും എന്ന് തീരുമാനമെടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാനും എൻ്റെ കുടുംബവും കൂടി സ്വലാത്തിന്റെ ആളുകളാകണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. അങ്ങനെ സ്വലാത്ത് ചൊല്ലി നമ്മുടെ ഖൽബ് ശുദ്ധിയായി ഹബീബായ തങ്ങളെ കാണുന്ന രീതിയിലായി. നീ കിടന്നുറങ്ങുമ്പോ മുത്തായ തങ്ങളെ കാണണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കണ്ടിട്ട് തങ്ങളോടെന്ത് പറയണം? യാ റസൂലല്ലാഹ്, ഞാൻ ഈമാനോടുകൂടി ഒന്ന് മരിക്കണം, എനിക്ക് മക്കളെ കിട്ടണം, അത് സ്വാലിഹാകണം എന്നല്ല,
എൻ്റെ ഈമാൻ. ആ ഈമാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടൊന്ന് മരിക്കാൻ നാം ഒക്കെ അതിനു വേണ്ടി ഹബീബായ തങ്ങളോട് ചോദിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത മാസത്തെ സ്വലാത്ത് അത് റബീഉൽ അവ്വൽ എത്ര ഉള്ളൂ? റബീഉൽ അവ്വൽ 6 ആഗസ്റ്റ് 31-ാം തീയതി ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. റബീഉൽ അവ്വൽ ഞാൻ 1 ലാഖ് സ്വലാത്ത് ചൊല്ലുന്ന ആരെങ്കിലും ഒരാൾ ഈ സദസ്സിൽ പറയുന്ന ആളുണ്ടോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാനും എൻ്റെ കുടുംബവും കൂടിയിട്ട് 1 ലാഖ് സ്വലാത്ത് ചൊല്ലും എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലാഹ് ഇൻഷാ അല്ലാഹ് നമ്മളെ ശംസുദ്ദീൻ, അല്ലാഹുവേ 1 ലാഖ് ചോദിച്ചതല്ല. പണ്ട് ഞാൻ വയല് പറഞ്ഞപ്പോൾ, ഞാൻ കില്ലൂരിൽ വയല് പറഞ്ഞപ്പോൾ 1 കോടി സ്വലാത്ത് ചൊല്ലുന്നവരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അന്ന് സലഫി കളിയാക്കിയത് വഹാബി അവർക്ക് കളിയാക്കുന്ന പണിയല്ലേ. സ്വലാത്ത് ചൊല്ലണം, അത് ഏത് ഞാൻ സ്വലാത്ത് ചൊല്ലുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ചൊല്ലിയാലും പ്രതിഫലം കിട്ടുന്ന കാര്യമുണ്ടെങ്കിൽ അത് സ്വലാത്ത് മാത്രം. അപ്പൊ അള്ളാഹു കബൂലാക്കുന്ന ഒരു അമല് നോക്കണം. അള്ളാഹു കബൂലാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. അങ്ങനെ 1 ലക്ഷം സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ശംസുദ്ദീനും കുടുംബവും ചൊല്ലും. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, ചൊല്ലാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ടോ ചൊല്ലാൻ പറ്റിയ ആള്? 1 ലക്ഷം സ്വലാത്ത് ചൊല്ലാൻ, 1 ലാഖ് ചൊല്ലാൻ ഇൻഷാ അല്ലാഹ് നമ്മളെ പടവിദ്രിയിലുള്ള ആള്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ മംഗളൂരു ഇല്ലേ, പേരെന്തേ, അബ്ദുറഹ്മാൻ, നീ കബൂലാക്കണേ അല്ലാഹ്, ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാഹ്. ഇനി ആരെങ്കിലും സ്വലാത്ത് ചൊല്ലുന്ന ആളുണ്ടെന്ന് കൈവന്തിക്കുന്നത് എത്ര ആളുണ്ട്? ഇതാ നമ്മളെ ആജിയാറ മോന്. അല്ലാഹ് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്, ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. തങ്ങൾ സലാത്ത് പിരിച്ചിട്ട് പോയി എന്ന് പറയണ്ട. അങ്ങനെയുണ്ട്. പണ്ട് വഹാബികൾ അങ്ങനെ പറഞ്ഞു കിടന്ന് കില്ലൂറിലെ തങ്ങൾ എന്ത് ചെയ്ത് സലാത്ത് വാങ്ങിയിട്ട് പോയി. തങ്ങൾ സലാത്ത് വാങ്ങിയിട്ട് പോവില്ല. നിങ്ങൾ ഇനി മനസ്സിലാക്കണം, സ്വലാത്ത് അല്ല ചൊല്ലുന്ന പണി ഏതാ? ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി. അല്ല എടുക്കുന്ന പണി ഏതാ? ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെയ്യുകയാ, മലക്കുകൾ ചൊല്ലുകയാ. അതുകൊണ്ട് ഈമാനുള്ളവൻ സല്ലൂനി റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് മാത്രം പോരാ, വസല്ലിമു മുത്തു റസൂലുള്ളാഹിക്ക് സലാം പറയണേ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. നമ്മൾ നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയായവരെ തങ്ങളുടെ പേരിൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ സലാം പറയാ നമ്മളെ നിസ്കാരത്തിൽ. അതുകൊണ്ട് ഇന്ന് മദീനയിൽ പോയാൽ കാണാം, അവിടെ സലാം പറയാനുള്ള ക്യൂ ആണ്. ബാബു സലാമിലൂടെ കടന്ന പിന്നെ അവിടെ സലാം പറയാനുള്ള ക്യൂ ആണ്. ആർക്കാണ് സലാം പറയുന്നത്? ഓ സാധാരണ മനുഷ്യനായി ജീവിച്ചു, സാധാരണ മനുഷ്യനെ പോലെ മരണപ്പെട്ടു എന്ന് ഇവിടത്തെ ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രബോധനം എഴുതി വെച്ചതുപോലത്തെ ആളല്ല. നിങ്ങൾ മനസ്സിലാക്കണം, സാധാരണ മനുഷ്യനാണോ ഹബീബായ തങ്ങള്? തങ്ങൾ നമ്മളെ കാണുകയാണ്, ഈ മജ്ലിസ് കാണുകയാണ്, ഒരു സംശയവുമില്ല. അല്ലാഹു ആ മുത്തിന്റെ തിരുനോട്ടം നമ്മുടെ ഈ മജ്ലിസിൽ അല്ലാഹു നൽകുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അടുത്ത മാസത്തെ സ്വലാത്ത് ഓഗസ്റ്റ് ഓഗസ്റ്റ് 31 ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ റബീഉൽ അവ്വലിന്റെ സ്വലാത്തിന് ഇൻഷാ അല്ലാഹ് എൻ്റെ വക ഞാൻ ഇത്ര അരി തരും, അല്ലെങ്കിൽ ഇത്ര മാംസം തരും എന്ന് പറയുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ഹബീബായ തങ്ങൾ മന്നം ഫഖദിർഹമൻ ബിമൗലിദി റസൂലില്ലാഹ്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസമാണ്. അവിടുത്തെ മൗലിദിന് വേണ്ടി 1 ദിർഹം ചെലവഴിച്ചാൽ സിദ്ദീഖ് തങ്ങൾ പറയാണ്, കാന റഫീഖി ഫിൽ ജന്ന, അവൻ എൻ്റെ കൂടെ സ്വർഗത്തിൽ കൂട്ടുകാരനാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടോ?
ആരെങ്കിലും ഉണ്ടോ? അടുത്ത മാസത്തെ സ്വലാത്തിന് 1 കിണ്ടൽ അരി തരാൻ പറ്റിയ ആള് ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടോ? 1 കിണ്ടൽ അരി തരാൻ പറ്റിയ ആള് ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ കൊപ്പയിലുള്ള ടീച്ചർ, ആ ടീച്ചറിന്റെ മകനല്ലേ, 1 കിണ്ടൽ അരി തരാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്. ആ കുടുംബത്തിന് നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഒരുപാട് വിഷമങ്ങളുണ്ട്, നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ചിക്കമംഗളൂർ കൊപ്പയിലുള്ള ടീച്ചർ, അദ്ദേഹത്തിന്റെ മകനാണ്. പേരെന്തര്? അത് കന്നഡത്തിൽ പറയണോ? അനഫിയാണ്. അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്. എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ, പുസ്തകങ്ങളെ നിങ്ങൾ ദ്വാരക്കണം, 1 കിണ്ടൽ അരി തരാമെന്ന്. ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ തിരുനോട്ടം നൽകണേ അല്ലാഹ്. ഇനി ഇൻഷാ അല്ലാഹ് പോരെ അരി പോലെ ഇൻഷാ അല്ലാഹ് 10 കിലോ മാംസം തരാൻ പറ്റിയ ആള് ആരുണ്ട്? ചെറിയ പൈസയല്ലേ ആവുള്ളൂ. റസൂലുള്ളാഹിന്റെ മൗലിദിന്റെ മാസത്തിലുള്ള സ്വലാത്ത് അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്. ആരെങ്കിലും ഉണ്ടോ? 10 കിലോ മാംസം തരാൻ പറ്റിയ ആള്? അനീബ് വളച്ചിൽ, അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്. എൻ്റെ മക്കളെ പോലെ ആ വീട്ടുകാർ എന്ത് കാര്യമുണ്ടെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ട് അഭിപ്രായം ചോദിക്കും. എന്നോട് ചോദിക്കുന്നതുകൊണ്ട് അവരോട് സ്നേഹമൊന്നല്ല. അള്ളാഹു കണ്ടില്ലേ, അള്ളാഹു വലിയ അറിവുള്ള ആളാ. എന്നിട്ടും അള്ളാഹ് എന്ത് ചെയ്തു? ഈ മനുഷ്യനെ പടക്കട്ടെ മലക്കുകളെ എന്ന് ചോദിച്ചു. അപ്പം അള്ളാഹ് മലക്കുകൾ ചോദിച്ച്, ഞങ്ങൾ സുജൂദ് ചെയ്യുന്ന മലക്കുണ്ട്, റുക്കൂ ചെയ്യുന്ന മലക്കുണ്ട്, സുജൂദിലെന്നെ ഖിയാമത്ത് നാൾ വരെ കിടക്കുന്ന മലക്കുണ്ട്. പിന്നെന്തിനാ അല്ലാഹ് ഈ മനുഷ്യനെ നീ പടക്കുന്നത്? അപ്പൊ ഇന്നി അലമു മാലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയും. അൽഹംദുലില്ലാഹ്, മനുഷ്യരെ അല്ലാഹു പടക്കുന്നതിന് മുമ്പ് മുശാവറ ചെയ്തു, ചോദിച്ചു. അപ്പൊ ഏത് കാര്യത്തിനും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു മുശാവറ ചെയ്യണം എന്ന് ഇതിൽ നിന്ന് നമുക്ക് വലിയ പാഠമാണ്. അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്. അനീഫ 10 കിലോ മാംസം ഏറ്റെടുത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ്. ആ കുടുംബത്തിന് സന്തോഷം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി 10 കിലോ തരാൻ പറ്റിയ ആള് റസൂലുള്ളാഹിന്റെ മൗലിദിന്റെ മാസത്ത് വലിയ ബറക്കത്താണ്. അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്. ബംഗളകുട്ടെ അല്ലേ, ബംഗളകുട്ടെ പേരെന്തരേ? വലിയൊരു രോഗം, ആ രോഗം അല്ലാഹ് മാറ്റി. റബ്ബേ നീ കാമിലായ ശിഫ നൽകണേ അല്ലാഹ്. നമ്മുടെ കാർക്കളത്തിൽ നിന്ന് വന്ന ആ ചെറുപ്പക്കാരന്റെ രോഗം ആ ശരീരത്തിൽ നിന്ന് നീ നൽകല്ലേ റഹ്മാനേ. ആ രോഗം കാമിലായ നിനക്ക് നീ ശിഫയാക്കണേ അല്ലാഹ്. മാരക രോഗങ്ങൾ തന്ന് ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി 10 കിലോ തരാൻ പറ്റിയ ആള് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്താ പേര്? കാപ്പു ഉസ്മാൻ യൂസുഫ് കാപ്പു. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാഹ്. ആ കുടുംബത്തിന് നീ സന്തോഷം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ കാവല് നൽകണേ അല്ലാഹ്. മുത്തായ തങ്ങളെ ജന്മദിനത്തിന്റെ മാസത്തിൽ ഞങ്ങളെ മാസത്തിന്റെ സ്വലാത്ത് നടക്കുമ്പോ ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയിട്ട് ഹദിയ ചെയ്ത് ദുആ ചെയ്യുന്ന ആ മജ്ലിസിലേക്ക് ചോദിച്ച സംഭാവനയാണ്. നീ ഖബൂലാക്കണേ അല്ലാഹ്. ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. മാരക രോഗങ്ങളെ തൊട്ട് നീ കാവല് നൽകണേ അല്ലാഹ്. എന്ത് വിഷമമുണ്ടെങ്കിലും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഇനി ആരാ? ഇൻഷാ അല്ലാഹ് 10 കിലോ മാംസം തരാൻ നമ്മളെ റായവിടെ വേണൂർ പേരെന്തരേ? മുഹമ്മദ് അലി. അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് നമ്മുടെ അടുത്ത് വന്നിപ്പോ വലിയ ശന്തോളം അല്ലേ, പുത്തൂരിൽ വലിയ ബിൽഡിംഗ് ഒക്കെ എടുത്ത് അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ ജന്മദിനത്തിന്റെ ആ മാസത്തിൽ ചോദിച്ചതാണ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. നമ്മളെ നസീർ ഭട്ടക്കര കുറെ കൊല്ലായി നമ്മളെ മുങ്ങിയിട്ട് നടക്കുന്നു. അൽഹംദുലില്ലാഹ് 10 കിലോ മാംസം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ കടമുണ്ട്, എത്രയോ ലാക്ക് കിട്ടാനുണ്ട്.
കുറഞ്ഞ ലാക്ക് കൊടുക്കാനുണ്ട്. റബ്ബേ, ആ കടങ്ങളൊക്കെ നീ വീട്ടിക്കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. കിട്ടാനുള്ള കാശുകളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ എത്തിച്ച് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ? 10 കിലോ റസൂലുള്ളാഹിന്റെ മൗലിദിന്റെ മാസത്തിൽ ഇൻഷാ അല്ലാ. നമ്മളെ നേരത്തെ പറഞ്ഞു, നിങ്ങളെ പേരെന്തരേ? മൊഹിദ്ദീൻ. നമ്മളെ തോക്കൂറെ അല്ലേ? തോക്കൂർ നാട്ടിലെ. അല്ലാഹുവേ നീ ബറക്കത്ത് തരണേ അല്ലാ. പ്രസിഡന്റ് മൊയ്തീൻ അല്ല, പ്രസിഡന്റ് മൊയ്തീൻ വേറെ ഉണ്ട്. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. മൊയ്തീൻ അല്ല, മുഹിയുദ്ദീൻ. ദീനിനെ ഹയാത്താക്കിയ ആള്. അല്ലാഹുവേ ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഞാൻ ഈ പള്ളിയിൽ വന്നിട്ട് തഹജ്ജുദിന് ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ തന്നെ പള്ളിക്ക് സുബഹിക്ക് നേരത്തെ വരുന്ന മനുഷ്യൻ, അല്ലാഹുവേ ആ കുടുംബത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെ കാവല് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ 10 കിലോ തരാൻ പറ്റിയ ആള്? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പോരെ? ഇതെന്താ ചെയ്തത്? ഐസമ്മ പൈസയോ? ഒരു സംഖ്യ ഐസമ്മ എന്ന് പറയുന്ന ആള്. പിന്നെ ഇതെന്തൊരു പേര് എഴുതിനെ? ഇത് ഇംഗ്ലീഷും അല്ല മംഗ്ലീഷും അല്ല, ആഗോലത്താണ്. അല്ലാഹു ബർക്കത്ത്. അബ്ദുറഹ്മാൻ ഒരു സംഖ്യ തന്നിട്ടുണ്ട്. ആ സംഖ്യ പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണ്. അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാ. ആ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെ കാവല് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഹബീബായ തങ്ങളെ കാണണം. ആ കാണണമെങ്കിൽ ഒരു പണി പറഞ്ഞു തരാം. കാണണ്ടേ? കാണണമെന്ന് അറിയുന്ന ആളൊന്ന് കൈ ഒന്നിച്ച് നോക്കട്ടെ. കയ്യൊന്തി. റസൂലുള്ളാഹിനെ ഈ വർഷം നമുക്ക് കാണണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ കുടിക്കുന്നത് ഹറാമാണോ എന്ന് ചിന്തിക്കുക. ഞാൻ നോക്കുന്നത് ഹറാമാണോ എന്ന് ആലോചിക്കുക. ഞാൻ പിടിക്കുന്നത് നടക്കുന്നത് ഹറാമാണോ എന്ന് ചിന്തിക്കുക. എന്നിട്ട് അതെല്ലാം ഒഴിവാക്കി ഇൻഷാ അല്ലാഹ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1 ലാഖ് സ്വലാത്ത് ഒളുവോടുകൂടി തഹജ്ജുദിന്റെ സമയത്ത് ഇരുന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ മുത്തു റസൂലുള്ളാഹ് ഖുദ് ബി ഐദീനി കല്ലത്തി ഹീലത്തി അദ്രിക്നി യാ റസൂലുള്ളാഹ്. സലാത്തുൽ ഹുദൂ. ആ സലാം അങ്ങ് പറയുമ്പോൾ റസൂലുള്ളാഹിനെ അങ്ങ് കാണും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തങ്ങളെ കാണുന്ന കണ്ണ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് മദീനയിലെത്തണം. മദീന വീണ്ടും വീണ്ടും നീ ഞങ്ങൾക്ക് കാണിക്കണേ പടച്ചോനെ. പോകാത്തവർക്ക് പോകാൻ നീ ഭാഗ്യം തരണേ അല്ലാ. അവിടെ പോയിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് ഇരുന്നിട്ട് അവിടുന്ന് പിതാവിന്റെ സലാം പറയുമ്പോ ഹബീബായ തങ്ങളെ വിട്ടുപിരിയാൻ നമുക്ക് മനസ്സ് വരൂല. അവിടുന്ന് സലാം പറഞ്ഞിട്ട് വരാൻ തോന്നൂല. എന്തൊരു മണ്ണാണ് ആ മണ്ണ്. ആ മണ്ണിൽ വലിയ പൂന്തോപ്പുള്ളത് കൊണ്ടല്ല, അവിടെയെല്ലാം ഗുഡ്ഡകളാണ്. പക്ഷേ ഹബീബായ മുത്തായ തങ്ങൾ കിടക്കുന്ന മണ്ണിന് ശാന്തമാണ്. ആ പള്ളിയിൽ നിങ്ങൾ പോയാൽ കാണാം, വലിയ ശബ്ദം ഉണ്ടാക്കിയാലും സൗണ്ട് വരൂല. നിങ്ങൾ മദീനത്തെ പള്ളിയിൽ പോയാൽ കാണാം, വലിയ ശബ്ദം അവിടെ ഉണ്ടാക്കിയാലും ഒരു ഗലാട്ട അവിടെ ഇല്ല, ഒരു ഒച്ചപ്പാടില്ല, ഒരു ബഹളമില്ല. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. ഈ ആയത്തിന്റെ മൂജിദത്ത് ഇന്നും അവിടെ കണ്ടുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹിന്റെ ശബ്ദത്തേക്കാൾ, നബി തങ്ങളെക്കാൾ ഒന്നും ഇവിടെ ഉയരാൻ പാടില്ല. അതൊരു അദബിന്റെ വർത്തമാന, നബി തങ്ങളോടുള്ള സ്നേഹത്തിന്റെ വാക്ക. അത് ഖുർആനിന്റെ വാക്യമാ, അള്ളാന്റെ കലാമാണ്. നബി തങ്ങളെ ശബ്ദത്തേക്കാൾ ഒരാളെ ശബ്ദവും പാടില്ല. എന്തൊരു സ്നേഹം, എന്തൊരു അദബ്, എന്തൊരു ബഹുമാനം. ഇത് അള്ള പഠിപ്പിച്ച ബഹുമാനം. ഈ ബഹുമാനം പാടില്ല എന്നാണ് ഇവിടുത്തെ മുഖാകണ്ഠ പറയുന്നത്, ഇവിടുത്തെ സലഫി പറയുന്നത്. അല്ലാഹു അവരെ ശർറുകളെ തൊട്ട് കാക്കട്ടെ. ഇൻഷാ അല്ലാഹ് സ്വലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്തിൽ ഇരിക്കുക. നബിയുല്ലാഹി ഖളർ അലൈഹിസ്സലാം, ഇല്യാസ് അലൈഹിസ്സലാം,
ഇദ്രീസ് അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, ഇവരൊക്കെ ഇന്നും ജീവിച്ചിരിപ്പിക്കുന്ന അമ്പിയാക്കളാണ്. ആ അമ്പിയാക്കളുടെ തിരുനോട്ടം നമ്മുടെ മജ്‌ലിസിൽ ഉണ്ടാകണം. അല്ലാഹു നൽകുമാറാവട്ടെ. എൻ്റെ ഉമ്മ, ഞാനിപ്പോൾ എമ്മമാട് ഇന്ന് കാലത്ത് പോയി അവിടെ വോട്ടിട്ടു. യന്ത്ര വോട്ട്, ഏത് വോട്ട്? രാഷ്ട്രീയ പാർട്ടിൻ്റെ വോട്ടല്ല, ജമാഅത്തിൻ്റെ വോട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ ഉമ്മ കൈപിടിച്ചിട്ട് പറഞ്ഞു, സ്വലാത്തിലേക്കല്ല മോനെ പോകുന്നത്, അതുകൊണ്ട് ഈ ഉമ്മാക്ക് ദ്വാർക്കണം മോനെ എന്ന് നമ്മുടെ ഉമ്മ കൈപിടിച്ച് പറയുമ്പോൾ ഉമ്മാക്ക് ദ്വാർക്കണല്ലോ. അല്ലാഹുവേ, ഉമ്മാക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ല. ഉമ്മ പറഞ്ഞത്, എനിക്ക് തഹജ്ജുദിന് എണീക്കാൻ പറ്റുന്നില്ല, എണീക്കാൻ ക്ഷീണമാണ്. അല്ലാഹുവേ, ആഫിയത്തോടെ എൻ്റെ ഉമ്മാക്ക്, ഞങ്ങളെ ഉമ്മമാർക്കൊക്കെ ദീർഘായുസ് നൽകി തഹജ്ജുദിന് എഴുന്നേറ്റ് നിസ്കരിക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. റസൂലുള്ളാഹിക്ക് തഹജ്ജുദ് വാജിബാൻ അല്ലേ? നബി തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കരിക്കൽ വാജിബാൻ. നമ്മൾക്കോ സുന്നത്തും മുഅക്കദ, നല്ല സുന്നത്താണ്, വലിയ പവറുള്ള സുന്നത്ത്. റസൂലുള്ളാഹിക്ക് വാജിബായ കാര്യമാണ് തഹജ്ജുദ്. അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് വേണം? തഹജ്ജുദിനെ എഴുന്നേറ്റിട്ട് ഹബീബായ തങ്ങളോട് സലാത്തും സലാമും പറഞ്ഞ് നമ്മളെ സങ്കടങ്ങളൊക്കെ പറയണം. മനുഷ്യ, ഇന്ന് ജീവിച്ച, ഇന്ന് ഞാൻ നിങ്ങളെ മൈക്കൽ മുമ്പിലുണ്ട്, ഇന്ന് ജാവു തങ്ങളെ റൂഹ് പിടിച്ചാൽ, തങ്ങളെ കാറ് പോയിട്, തങ്ങളെ വീട് പോയിട്, തങ്ങളെ സമ്പത്ത് പോയി, എനക്കുള്ളത് ഹുബ്ബുൻ നബി, ഹബീബായ തങ്ങളോടുള്ള ഹുബ്ബ് മാത്രം. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. ആ നിലക്ക് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ജാവു മരിച്ചാൽ നാളെ ഖബറിലാണ്. നാളെ ഖബറിൽ കൊണ്ടുപോയി കിടക്കുമ്പോൾ നിന്റെ പെഞ്ഞായി, നിന്റെ മുട്ടയില്ല, നിന്റെ ബാപ്പയില്ല. ഖബറിൽ ഹബീബായ തങ്ങൾ വരണം, തങ്ങളെ മഹബത്ത് വെക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. സലാത്തിന്റെ ഈ മജ്‌ലിസിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, ഉടുപ്പിയിൽ നിന്നും കുന്താപുരത്തിൽ നിന്നും അതുപോലെ വിവിധ ഇടങ്ങളിൽ നിന്ന്, നമ്മുടെ ഈ ദക്ഷിണ കന്നഡ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ഈ സലാത്തിന്റെ മജ്‌ലിസിൽ ധാരാളം ഉമ്മമാരും ധാരാളം ജനങ്ങളും എത്തിയിട്ടുണ്ട്. ആ യാത്രകളൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. അങ്ങകലെ ചിക്കമംഗളൂർ ജില്ലയിൽ നിന്ന് തോരാത്ത മഴ പെയ്യുകയാണ്. ഈ പ്രതികൂല സാഹചര്യത്തിലും ഒരുപാട് ഉമ്മമാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ നീ ഖൈർ ചെയ്യണേ അല്ലാഹ്, ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇതാ സ്വലാത്തിലേക്ക് കടക്കുന്നു. ഹബീബായ തങ്ങളെ വിളിക്കുന്ന മജ്‌ലിസ് അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.